പ്രശ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കായ്പോളയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തയ്യാറാക്കുന്നതിനായി പഴുത്ത 4 ഏത്തപ്പഴം എടുക്കുക. അതിനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് റോസ്റ്റ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ നെയ്യിൽ തന്നെ കട്ട് ചെയ്ത ഏത്തപ്പഴവും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വന്ന ഏത്തപ്പഴം നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1 കപ്പ് പാലും മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 3 ഏലക്കായും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിനെ ഏത്തപ്പഴത്തിന്റെ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് പോള തയ്യാറാക്കുന്നതിന് വേണ്ടി അടുപ്പത്തേക്ക് ഒരു പഴകിയ പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അതിന്റെ മുകളിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അല്പം നെയ്യ് ഒഴിച്ച് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അതിലേക്ക് ഏത്തപ്പഴത്തിന്റെ കൂട്ടൊഴിച്ചു കൊടുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പോള നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണ അല്പം പോലും ഉപയോഗിക്കാതെ വേവിച്ചെടുക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഈ കായ്പോള. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി അടുത്തൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.